ഹലോ ഫ്രണ്ട്സ്, വില്ലേജ് സൈറ്റ്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു മാതള നാരങ്ങയെ കുറിച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പം വീട്ടിൽ തന്നെ ഒരു മാതള നാരങ്ങ കായ്ച്ചത് കൊണ്ട് ആണ് ആ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. മാതള നാരങ്ങ ഇവിടെ കായ്ച്ചിട്ടുണ്ട്, അത് പറിക്കാൻ വേണ്ടി പോവാണ്. നോക്കട്ടെ ഇവിടെയുള്ള ഇതാ ഒന്നിവിടെ ഉണ്ട്. കുറച്ച് പച്ചമുളക് വേണം. ഇതൊക്കെ ഇവിടെ ഉണ്ടാകും. കാന്താരി പറിക്കട്ടെ. ഇപ്പോൾ പച്ചമുളക് ഇല്ലാതെ കൊണ്ട് കാന്താരി പറിച്ചെടുക്കാൻ കാന്താരി പറ്റും. പച്ചമുളക് പറിച്ചുകൊണ്ട് ഇപ്പം നാരങ്ങക്കറിക്ക് വേണ്ടിയിട്ട് നാരങ്ങ കണ്ടില്ലേ, ഇവിടെ കൊണ്ടുവച്ച നാരങ്ങയുണ്ട്. അത് മുറിച്ചിടാൻ പോവാണ്. അതിന് മുമ്പ് കുറച്ച് വേണ്ട സാധനങ്ങൾ ഞങ്ങൾ കാണിക്കുകയാണ്. കുറച്ച് കടുക് വേണം, മനസ്സിലായില്ലേ? പിന്നെ കുറച്ച് ഉലുവ, ഇത് വറുത്ത് പൊടിച്ച് വെക്കണം. ഇത് വറ്റൽ മുളകാണ്. കുറച്ച് വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പിന്നെ ഇത് പച്ചമുളകും കുറച്ചില്ലാതെ കൊണ്ട് കുറച്ച് കാന്താരിയൊക്കെ ഇടുന്നു. കാന്താരിയാണ് ഏറ്റവും ടേസ്റ്റും ഔഷധ ഗുണമുള്ള, കൊളസ്ട്രോളെല്ലാം കുറയുന്ന സാധനം. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയുണ്ട്, നല്ല കളറ് കിട്ടും. ഇവിടെ ഇപ്പോൾ നമ്മുടെ കാശ്മീരി മുളക് ഇപ്പോഴില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വിനീഗറും. നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കുന്നത് നല്ലത്, പിന്നെ പച്ചെണ്ണയാണ്. പിന്നെ ഇഞ്ചി വേണം, ഇതാ ഉണ്ടല്ലേ, ഒരു കഷ്ണം ഇഞ്ചിയും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആദ്യം പിന്നെ ഇത് മുറിച്ചിട്ട് വെക്കാണ്. മുറിച്ചിട്ടിട്ട് ഇതിൻ്റെ തൊലിയൊന്നും കളയാതെ തന്നെ മുറിച്ചിട്ടിട്ട്, നേരിയതായി മുറിച്ചിട്ടിട്ട് നല്ല ഉപ്പും പെരക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതാണ് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ വേണം. അതിലേക്ക് നമ്മൾ കടുക് ഇവിടെ വെച്ചത് ഇതാ, കടുക് ഇട്ടിട്ട് പൊട്ടിക്കുകയാണ്. ഇപ്പം മൂപ്പിക്കേണ്ട സാധനങ്ങളിൽ ഇഞ്ചി ഇടുകയാണ്, പിന്നെ വെളുത്തുള്ളി, പിന്നെ വറ്റൽ മുളകിൻ്റെ പിന്നെ പറഞ്ഞ പച്ചമുളക് മുറിച്ചിട്ടത്. ഇപ്പോൾ പിന്നെ ഒരു കറിവേപ്പില വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് ഒന്നിങ്ങനെ ഇതിനകത്തുമ്പോൾ
ഇതിനകത്തേക്ക് മാതള നാരങ്ങൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞിട്ട് ഉപ്പ് കരക്കി വെച്ചതാണ്. അത് അരിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ചേർക്കുക. പിന്നെ എക്സ്ട്രാ ചേർക്കുന്ന അതിന് കണക്കായിട്ട് മുളക് പൊടിയിലെല്ലാം മാറ്റം വെക്കണം. നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല കളറ് വരും. പിന്നെ കുറച്ച് ഉലുവയും പിന്നെ കടുകും കൂടിയിട്ട്, ഉലുവ വറുത്ത് കൊടുത്തതാണ്, കടുക് വെറുതെ ചതച്ചത്, അതും കൂടി ഉണ്ടാക്കിയത്. ഇത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇത് സാധനം പിന്നെ വരുന്നില്ലല്ലോ. നന്നായിട്ടൊന്ന് മിക്സാക്കുക. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. നിങ്ങളുടെ ചൂടുവെള്ളം ചൂടുവെള്ളമാണ്. ഇതായി വരുമ്പോൾ മൂത്ത് വരുന്നവരെ നിൽക്കുക. കുറച്ച് സമയം ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേശം കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്, നോക്കിയിട്ട് ചേർക്കാം. ഇവിടെ മുളക് പൊടി ചേർക്കാം. കുറുകി വരുന്ന വരെ വഴറ്റുക. അതിൽ കുറച്ച് വിനീഗർ ഒഴിക്കുകയാണ്. ഇപ്പോൾ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കുറുകുന്നവരെ വെച്ചതിന് ശേഷം എടുക്കുകയാണ്. ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇത് കാശ്മീരി മുളക് പൊടി ഇട്ടാൽ നല്ല കളറ് വരും. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ അളവ് നാരങ്ങയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ. കാശ്മീരി മുളക് പൊടി നല്ലോണം ചേർത്താൽ നല്ല ഇത് വരും. ഏതായാലും ഒന്ന് ടേസ്റ്റ് നോക്കണം. ഇപ്പം എല്ലാം കണക്കാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. വേണമെങ്കിൽ കുറച്ച് കായപ്പൊടിയും ചേർക്കാം. ശരി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. വീണ്ടും പുതിയ വീഡിയോകളുമായിട്ട് വരുന്നത് വരെ
ഗുഡ് ബൈ.